വസ്തു കൈമാറ്റത്തിനായി ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രൻ വാങ്ങിയ 10 ലക്ഷം രൂപ തിരികെ തന്നുവെന്ന് ദല്ലാൽ നന്ദകുമാർ. തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുൻപാണ് പണം ലഭിച്ചത്. ഹരിമേനോൻ എന്നയാളുടെ അക്കൗണ്ട് വഴിയാണ് പണം തന്നത് എന്നും നന്ദകുമാർ പറഞ്ഞു. 4/1/24 എൻ്റെ കയ്യിൽ നിന്ന് ഭൂമി തരാമെന്ന് പറഞ്ഞൊരു 10 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. അതൊക്കെ നിഷേധിച്ചെങ്കിലും 7/4/26 ഇലക്ഷന് 2 ദിവസം മുമ്പ് ഒരു ഹരിമേനോൻ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ആ 10 ലക്ഷം രൂപ പാലക്കാട് നിന്ന് അയച്ചു തന്നു. അന്ന് ഞാൻ പണം കൊടുത്തത് ശോഭാ സുരേന്ദ്രൻ, എനിക്ക് ഹരിമേനോൻ അറിയില്ല, നേരിട്ട് അക്കൗണ്ടിലേക്ക് 4/1/27 ശോഭാ സുരേന്ദ്രൻ്റെ SBI അക്കൗണ്ടിലേക്ക്. ഓക്കെ, എനിക്ക് പണം തന്നത് പാലക്കാട് നിന്നൊരു ഹരിമേനോൻ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നാണ്. അതിനു മുമ്പ് എനിക്കൊരു മെസ്സേജ് വന്നു, നിങ്ങൾക്ക് ഒരു അക്കൗണ്ടിൽ നിന്ന് പണം വരും, അത് ശോഭാ സുരേന്ദ്രന് വേണ്ടിയാണെന്ന്. ഇനി അല്ലെങ്കിലും എനിക്ക് വിരോധമില്ല, നിഷേധിച്ചാൽ തിരിച്ചു കൊടുക്കും. നിയമപ്രകാരം ശോഭാ സുരേന്ദ്രൻ തന്ന പണമല്ലെന്ന് സ്ഥാപിക്കാനായിരിക്കും. ആര്യ വിനോദ് വിവരങ്ങൾ നൽകും. ആര്യ, ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശോഭാ സുരേന്ദ്രൻ പണപ്പിരിവ് ഉൾപ്പെടെ നടത്തിയെന്ന ആരോപണം നിലനിൽക്കുകയാണ്. ഇപ്പോൾ ദല്ലാൽ നന്ദകുമാറിന് കിട്ടാനുള്ള 10 ലക്ഷം രൂപ തിരികെ നൽകിയിരിക്കുന്നു എന്ന് പറയുന്നത്. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രന്റെ അക്കൗണ്ടിൽ നിന്നല്ല, മറ്റൊരാളുടെ അക്കൗണ്ടിൽ നിന്നാണ് നന്ദകുമാറിന് പണം ലഭിച്ചതെന്നാണ്. അതിൽ ദുരൂഹതയുണ്ട് എന്ന് കൂടി പറഞ്ഞു വയ്ക്കുകയാണോ അദ്ദേഹം? കഴിഞ്ഞ ഏപ്രിൽ 7-ാം തീയതിയാണ് ഈ ഒരു 10 ലക്ഷം രൂപ തിരികെ നൽകുന്നത്. അന്ന് തന്നെയാണ് പാലക്കാട് മറ്റൊരു കേസ് കൂടെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വോട്ടിന്റെ പേരിൽ നോട്ട് കൊടുക്കുന്നു എന്നുള്ള ഒരു വാർത്ത കൂടെ റിപ്പോർട്ട് ചെയ്യുന്നു. രണ്ടും ഒരേ ദിവസമാണ് കഴിഞ്ഞത് എന്നുള്ളത് കൂടെ എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് E.P. ജയരാജനെതിരെ ശോഭ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. E.P. ജയരാജൻ ബി.ജെ.പിയിലേക്ക് പോകാൻ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അങ്ങനെ ആദ്യ കൂടിക്കാഴ്ചയിൽ ദല്ലാൽ നന്ദകുമാർ വെണ്ണലയിലെ വീട്ടിൽ വെച്ചായിരുന്നു. അങ്ങനെ 3 കൂടിക്കാഴ്ചകൾ നടത്തി. എന്നിട്ട് ഒരു കോൾ വന്നതിന് ശേഷമാണ് അദ്ദേഹം പിന്മാറുന്നത് എന്നുള്ള വെളിപ്പെടുത്തൽ ശോഭാ സുരേന്ദ്രൻ നടത്തുകയുണ്ടായി. അന്ന് E.P.യും അത് നിഷേധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ ഘട്ടത്തിലാണ് ദല്ലാൽ നന്ദകുമാർ ഈ ഒരു ആരോപണം ശോഭയ്ക്കെതിരെ ഉന്നയിക്കുന്നത്. ശോഭാ സുരേന്ദ്രന് 8 സെന്റ് ഭൂമി തരാമെന്ന് പറഞ്ഞുകൊണ്ട് 10 ലക്ഷം രൂപ വാങ്ങിക്കുകയും എന്നാൽ അത് രജിസ്റ്റർ ചെയ്തില്ല, പണവും പോയി, ആ പണം തിരിച്ചു നൽകിയില്ല എന്നൊരു ആരോപണം അന്നാണ് ദല്ലാൽ നന്ദകുമാർ ആ സമയത്താണ് ഉന്നയിക്കുകയുണ്ടായത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് ഏപ്രിൽ 7-ാം തീയതിയാണ് ഈ ഒരു പണം നൽകുന്നത്. അതും ഹരിഹരൻ എന്ന ആളുടെ അക്കൗണ്ടിൽ നിന്നാണ് 10 ലക്ഷം രൂപ അയച്ചു നൽകിയിരിക്കുന്നത്. ഇപ്പോൾ പണം കിട്ടിയ സ്ഥിതിക്ക് കേസ് പിൻവലിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫണ്ട് വന്നിട്ടുണ്ടാകും, അല്ലാതെ ഇത്ര പെട്ടെന്ന് കിട്ടില്ലല്ലോ എന്നുള്ള ഒരു ആരോപണം കൂടെ ഈ ഒരു ദല്ലാൽ നന്ദകുമാർ പറഞ്ഞു വെക്കുന്നുണ്ട്. ശരി, എന്തായാലും വസ്തു കൈമാറ്റത്തിനായി ശോഭാ സുരേന്ദ്രന് നൽകിയ 10 ലക്ഷം രൂപ അവർ തിരികെ നൽകി. പക്ഷെ മറ്റൊരാളുടെ അക്കൗണ്ടിൽ നിന്നാണ് തനിക്ക് പണം ലഭിച്ചത് എന്ന് പറയുകയാണ് ദല്ലാൽ നന്ദകുമാർ. വിവരങ്ങളാണ് ആര്യ വിനോദ് നൽകിയത്.